എല്ലാവർക്കും നമസ്കാരം. മമ്മൂട്ടിയുടെ ബസൂക്ക എന്ന സിനിമ കണ്ടു. ഇതൊരു ഗെയിം ബേസ്ഡ് സിനിമയാണ്. നമ്മളും ഈ കാർട്രിഡ്ജ് ഉണ്ടായിരുന്ന സമയത്തോടെ ഗെയിം കളിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ പോപ്പൈ, സൂപ്പർ മാരിയോ, ടാങ്ക്, റോഡ് ഫൈറ്റർ അങ്ങനത്തെ ഗെയിമുകളൊക്കെ നമുക്കും പരിചയമുള്ളത് തന്നെയാണ്. ഇപ്പം എന്താ ബ്ലാക്ക് മിത്ത്, വുക്കോങ്ങിൽ വരെ എത്തിയിട്ടുണ്ട്. PC ഗെയിംസ്, വലോറൻ്റൊക്കെ ഇപ്പോഴും ആളുകൾ കളിക്കുന്നുണ്ട്. പബ്ജിയുടെ കാലഘട്ടം തീർന്നിട്ടുമില്ല. അപ്പം നമുക്കും ഈ ഗെയിമിനെ കുറിച്ച് അത്യാവശ്യം നല്ല അറിവുണ്ട്. ഇനി കമൻറ്റിൽ വന്നിട്ട് ഗെയിം അറിയാത്തതുകൊണ്ടാണ് നിനക്ക് പടം കണക്റ്റ് ആയില്ല എന്ന് പറഞ്ഞുള്ളൊരു കമൻറ്റ് വേണ്ട, അത് നിരോധിച്ചിരിക്കുന്നു. നല്ല രീതിയിൽ ഗെയിം കളിച്ച് വളർന്ന ഒരാളാണ് ഈ ഡയറക്ഷൻ എന്ന് തോന്നുന്നുണ്ട്. ഗെയിമിങ്ങിൻ്റെ പരിപാടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. അതൊരു ഗെയിമറെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രീം കം ട്രൂ ആണ്. കാരണം പുള്ളി കളിച്ചു വളർന്ന ഒരു കാര്യം അവസാനം പുള്ളിക്ക് ഇഷ്ടപ്പെട്ടൊരു ആർട്ട് ഫോമിലോട്ട് കണക്ട് ചെയ്തത് നമ്മൾ പ്രേക്ഷകരെ കാണിക്കുക എന്ന് പറയുന്നത് നൈസ് പരിപാടിയാണ്. ബസൂക്ക എന്ന ഈ സിനിമ കാണാൻ പോയത് ഒരു പ്രതീക്ഷയുമില്ലാതെയാണ്. തിയേറ്ററിൽ പോയി ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചെറിയൊരു പ്രതീക്ഷ വെച്ച് തുടങ്ങി. കാരണം ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി നല്ലതായിരുന്നു, ഇതിന് BGM നന്നായിട്ട് വന്നിട്ടുണ്ട്, അത്യാവശ്യം നല്ല രീതിയിലുള്ള ഷോട്ടുകൾ വരുന്നു, സ്ലോ മോഷനൊക്കെ ഓക്കെ ആയിട്ട് വരുന്നു. ഇതൊരു ഹോളിവുഡ് പടത്തിൻ്റെ ഫീലൊക്കെ തരുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ചെറിയൊരു പ്രതീക്ഷ ഇങ്ങനെ വന്നു തുടങ്ങി. അങ്ങനെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഒരു ബസ്സിലൊരു യാത്രയും തുടങ്ങി മമ്മൂട്ടി. ആ ബസ്സിലുള്ള ഊക്കിന് പറയുന്ന പേരാണ് ബസൂക്ക. മമ്മൂട്ടി എപ്പോഴത്തെയും പോലെ വളരെ സ്റ്റൈലിഷ് ആയിട്ടാണ് ഈ സിനിമയിൽ വന്നിട്ടുള്ളത്. ബാഗ്സ് ആയിക്കോട്ടെ, ഡ്രസ്സ് ആയിക്കോട്ടെ, ഗ്ലാസസ് ആയിക്കോട്ടെ, ബൂട്ട്സ് ആയിക്കോട്ടെ, ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടാണ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. ആൻഡ് ഈ സിനിമയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ക്യാമിയോ ഉണ്ട്, അത് ആറാട്ടണ്ണനാണ്. ഹക്കീം ഷായ്ക്കും ഇതിൻ്റെ അകത്ത് നല്ലൊരു റോൾ കിട്ടിയിട്ടുണ്ട്. മമ്മൂട്ടി യാത്ര തുടങ്ങുമ്പോൾ തന്നെ പുള്ളിയുടെ കൂടെയുണ്ട്. മമ്മൂട്ടിയുടെ കൂടെ ഇരുന്ന് യാത്ര ചെയ്ത് വളരെ ഇരുത്തം വന്നൊരു ക്യാരക്ടറായിട്ട് മാറിയിട്ടുണ്ട് ഹക്കീം ഷാ. ഇത്രയും അധികം സമയം മമ്മൂട്ടിയുടെ കൂടെ ഇരുന്ന് അഭിനയിച്ച മറ്റൊരു മലയാള നടൻ ഇല്ലെന്ന് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. മമ്മൂട്ടിയും ഹക്കീം ഷായും കൂടാതെ ഈ സിനിമയിൽ ശിശിര എന്ന ബസ് വഹിച്ച പങ്കും പ്രശംസനാർഹമാണ്. ഒരു സീനിൽ പോലും ആവശ്യമില്ലാതെ നിർത്തി സിനിമയുടെ പേസിനെ ബാധിപ്പിക്കുന്ന രീതിയിലുള്ള രംഗങ്ങളൊന്നും ബസ്സിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ലിയോ സിനിമയിൽ വിജയ്ക്ക് കിട്ടിയിട്ടുള്ള ഒരു ടൈറ്റിൽ കാർഡ് ഉണ്ടായിരുന്നു. അത് ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ടൈറ്റിൽ കാർഡാണ് മമ്മൂട്ടിക്ക് ബസൂക്ക സിനിമയിൽ ഉണ്ടായിരുന്നത്. വേറെ ലെവൽ സാധനമായിരുന്നു. ഇൻട്രോ ഫൈറ്റ്സും അത്യാവശ്യം നൈസായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനിയാണ് ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറായിട്ടുള്ള ബെഞ്ചമിൻ ജോഷിയുടെ വരവ്. ഗൗതം വാസുദേവന് അത്യാവശ്യം നൈസായിട്ട് പുള്ളിയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ പുള്ളിയുടെ ആ സ്ക്വാഡിലുണ്ടായിരുന്ന ഭാമയുടെ കഥാപാത്രം എനിക്ക് തോന്നുന്നു ന്യൂസൊക്കെ വായിച്ച് മടുത്ത് പോലീസിൽ ചേർന്ന ഒരാളെ പോലെയാണ് തോന്നിയിട്ടുള്ളത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്രേക്കിംഗ് ന്യൂസ് പറഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്ക് TV നിർത്താനും പറ്റത്തില്ല, കണ്ടിരിക്കുക തന്നെ. ദ അൾട്രാ ഡിമോണിക് ജോഷുവ സ്ക്വാഡിലെ മറ്റൊരു പോലീസ് ഓഫീസർ കൂടെ ഉണ്ട്. അത് സിദ്ധാർത്ഥ് ഭരതനാണ്. അത്യാവശ്യം മലയാള തനിമയുള്ള പാവം പോലീസ് ഓഫീസറായിരുന്നു. പുള്ളി കുഴപ്പമില്ലായിരുന്നു. പക്ഷേ പുള്ളിയും കഴിഞ്ഞ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. പുള്ളി അത്ര നന്നായിട്ട് വന്നിട്ടില്ല, കുറച്ചും കൂടെയൊക്കെ റെഡിയാക്കാനുണ്ട്. ചില അവസരങ്ങളിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള എക്സ്പ്രഷൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ചില അവസരങ്ങളിൽ അത്ര നന്നായിട്ടുമില്ലായിരുന്നു. ഒരു ക്യാറ്റ് ആൻഡ് മൗസ് കളിയാണിത്. വില്ലൻ കുറച്ച് ഹിൻസ് കൊടുക്കും, പോലീസുകാരത് കണ്ടുപിടിക്കും. പക്ഷേ ഇത്ര ഇറസ്പോൺസിബിളായിട്ട് ആ ഹിൻഡുകളെ കാണുന്നൊരു പോലീസ് ഓഫീസേഴ്സിനെ കാണാൻ പോലും പറ്റത്തില്ല. ലൊട്ടിലൊടുക്ക് ഹിൻഡുകൾ കൊടുത്തിട്ട് പോലും പടത്തിൻ്റെ പകുതിയായിട്ട് പോലും ഇവന്മാർ ഇത് കണ്ടുപിടിച്ചിട്ടില്ല. ആറാട്ടണം കൂടാതെ ഈ സിനിമയിൽ മറ്റൊരു ക്യാമിയോ കൂടെ ഉണ്ട്. ഡൊമിനിക്കിലും അദ്ദേഹം ഒരു ക്യാമിയോ ആയിരുന്നു. പുള്ളിയുടെ പേര് ഷൈൻ ടോം ചാക്കോ ആണ്. ഈ സിനിമയിൽ പുള്ളിയുടെ ക്യാരക്ടറിൻ്റെ പേര് സ്റ്റോണർ മാൻ എന്നാണ്, കല്ല് മനുഷ്യൻ. പുള്ളിയെ കണ്ടിട്ട് കല്ലെടുത്തെറിയാനൊന്നും തോന്നിയിട്ടില്ല, പക്ഷേ തോന്നിയത് വേറൊരു അവസരത്തിലാണ്. അങ്ങനെ കഥ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു സൈഡിൽ കൂടെ BGM പൊലിപ്പിച്ച് വരുന്നുണ്ട്. ഈ BGM ഇട്ട ആൾക്ക് ഒരു പോയിന്റ് കഴിയുമ്പോൾ എവിടെ BGM ഇടണമെന്ന് അറിയാൻ മേലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. മമ്മൂട്ടി ഇങ്ങോട്ട് ഇരിഞ്ഞാൽ BGM, മമ്മൂട്ടി അങ്ങോട്ട് നോക്കിയാൽ BGM, കൈ പോക്കറ്റ് ഇട്ടാൽ BGM. ഇതിൻ്റെ ഇടയിൽ കൂടെ മമ്മൂട്ടി സ്വന്തം വീട്ടിലെ ഗാരേജിൽ പോയിട്ട് വണ്ടിയൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്, എന്നിട്ട് തിരിച്ചു വരുന്നുണ്ട്. എന്തിന്? ഒരു കാര്യമില്ലാത്തൊരു സീൻ. പിന്നെ കോട്ടിട്ട് മമ്മൂട്ടി വരുന്നു, മമ്മൂട്ടിയുടെ ഡ്രസ്സിൻ്റെ കളക്ഷൻ കാണിക്കുന്നു. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് മമ്മൂട്ടിയുടെ സ്റ്റൈൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മമ്മൂട്ടിയെ കുറേ ഡ്രസ്സിൽ കാണിക്കണം, കുറേ ഗ്ലാസസ് വെച്ച് കാണിക്കണം, കുറേ വണ്ടികളുടെ കൂടെ നിർത്തിയിട്ട് കാണിക്കണം. ഇതിനൊരു ഫോട്ടോഷൂട്ടോ അല്ലെങ്കിൽ ആർട്ട് ഷൂട്ടോ നടത്തി ഒരു അരമണിക്കൂറിൽ അവസാനിപ്പിക്കുകയായിരുന്നു. ഈ 2.5 മണിക്കൂർ വലിച്ചു നീട്ടി ഇമാതിരി പരിപാടി ചെയ്യേണ്ട ഒരാവശ്യമില്ലായിരുന്നു. അങ്ങനെ ഇവൻ്റെ ഗ്ലൂക്കോസ് വിതരണവും പോലീസ് ഓഫീസേഴ്സിൻ്റെ തെളിവ് പിടിക്കലുമൊക്കെ ഒരു സൈഡിൽ ഇങ്ങനെ കണ്ട് നമ്മൾ ക്ഷീണിച്ചിരിക്കുമ്പോഴാണ് വമ്പൻ ട്വിസ്റ്റ് വരുന്നത്. അത്രയും നേരം കണ്ടതൊന്നും ഒരു ഷോക്കല്ല എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ളൊരു ട്വിസ്റ്റ്. നേരെ ഇനി നമുക്ക് വെച്ച് പിടിച്ച് ആശുപത്രിയിൽ പോയി കുറച്ച് നേരം ട്രിപ്പിട്ട് കിടക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഷോക്കായിരുന്നത്. സൂപ്പർ പരിപാടിയായിരുന്നത്. അതിനുശേഷം നടക്കുന്ന ആറാട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെ പണ്ട് കണ്ടിട്ടുള്ള ആറാട്ടിനെക്കാട്ടിലും വലിയൊരു ആറാട്ട്. അത് അഴിഞ്ഞാട്ടമായിരുന്നു. മമ്മൂട്ടി മറ്റൊരു കഥാപാത്രമായിട്ട് രംഗപ്രവേശം ചെയ്യുമായിരുന്നു. വേറെ ഏതെങ്കിലും വലിയ സിനിമയിലെ വലിയ നടനെ പോലെയുള്ള ഒരു രംഗപ്രവേശമായിരുന്നു. അത് വേറെ രീതിയിലുള്ള ഡ്രസ്സിങ്ങിലാണ് അത് വരുന്നത്. കാലിൽ കൊലുസൊക്കെ ഇട്ട് വാവ്
ഒരു സൈക്കോട്ടിക് ലെവലിലേക്കൊക്കെ മമ്മൂട്ടി പോയിട്ടുണ്ട്. ബാലരമ ലെവൽ കഥയിൽ ഒരു ഹോളിവുഡ് സിനിമ എടുക്കാനുള്ള ഒരു പരിശ്രമമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കൊച്ചുകുട്ടികൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. പിള്ളേരുമായിട്ട് നിങ്ങൾ പോവുക, എത്രയും പെട്ടെന്ന് തന്നെ പോവുക. എത്രയും പെട്ടെന്ന് പോയാൽ നിങ്ങൾക്ക് ബസൂക്കയ്ക്ക് ടിക്കറ്റ് കിട്ടും, ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബസൂക്ക കാണാൻ പറ്റത്തില്ല. ഗൗതം വാസുദേവന് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മമ്മൂട്ടി ഉള്ളത് കൊണ്ടാണ് ഈ സിനിമയിൽ ഞാൻ വന്നതെന്ന്, അതാണ് മെയിൻ കാരണമെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ മമ്മൂട്ടി ഈ സിനിമയിൽ നിരാശപ്പെടുത്തിയെന്ന് തന്നെയാണ് പറയാനുള്ളത്.